വളരെ ശരിയായ ഞാൻ എങ്ങനെ എൻ്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണോ? കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണെന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ മെയിൻലി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുത്തതെന്ന് ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഇതിലൊരു ക്യാപ്സൂൾ പോലെ ആയിരിക്കും പറയണത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡു വൺ സ്കേറി തിങ്സ് എവറി ഡേ. അതായത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി വരുന്ന കാര്യമുണ്ടല്ലോ, അത് ചെയ്തു തുടങ്ങുക. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും, നമുക്ക് പേടിയായിട്ടുള്ള ഒരു കോൾ വിളിക്കാനാകാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാവാം. ചില ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാനേ പേടിയാണ്. ചില ആൾക്കാർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ആ മീറ്റിംഗ് ലീഡ് ചെയ്യേണ്ടിയിരുന്ന ആൾ. അതെനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ള കാര്യമായിരുന്നു. അതൊക്കെ നമുക്ക് എന്തിനെയാണ് നമ്മൾ ഭയക്കുന്നത്, പതിയെ അത് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യം ചെയ്ത സമയത്ത് നിങ്ങൾ സക്സസ് ആവണമെന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. ഇപ്പം നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉള്ള ആൾക്കാർ എല്ലാവരും നമ്മളെ എൻകറേജ് ചെയ്യണമെന്നില്ല. എൻകറേജ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ ചുറ്റും ഉള്ളതെങ്കിൽ ഭാഗ്യം. എൻകറേജ് ചെയ്യാത്തവരാണെങ്കിൽ, അതായത് ഫാമിലി അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൗനം പാലിക്കുക. അതാണ്. അതിനകത്ത് ആർഗ്യൂ ചെയ്യാനോ അതിന് വേണ്ടിയിട്ടൊന്നും പോകരുത്. ജസ്റ്റ് അതങ്ങ് വിടുക. നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വർക്ക് സ്പേസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് മാറ്റാം. നമ്മളിപ്പോൾ ഹോമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ ആ സ്പേസ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ എൻവയോൺമെന്റ് മൊത്തത്തിലൊന്ന് മാറ്റണം. എന്തൊക്കെയോ ശരിയല്ല എന്ന് നമുക്ക് തോന്നുമല്ലേ, ഇങ്ങോട്ട് മാറ്റുക. പല ആൾക്കാരും വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക, അതെങ്ങനെയാണ് അത്രയും വലിയ കാര്യങ്ങൾ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ ടേബിളൊക്കെ ഇവിടെയാണ് ഇട്ടേക്കുന്നത്, ഒന്ന് അറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് ആ ടേബിളും എടുത്ത് അങ്ങോട്ട് അപ്പുറത്തെ സ്ഥലത്തോട്ടൊന്ന് മാറ്റി വെക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറുതായിട്ട് നിങ്ങളുടെ എൻവയോൺമെന്റും ചുറ്റുപാടും നിങ്ങൾ കൂട്ടുകൂടുന്ന ആൾക്കാരെയും എല്ലാം ഒന്ന്, നിങ്ങളെ എൻകറേജ് ചെയ്യാത്ത ആൾക്കാർ അതിനകത്തുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പതിയെ മാറ്റുക. ഓക്കെ, തേർഡ് വൺ ഈസ് സെറ്റ് ടൈനി ചാലഞ്ചസ് വിത്ത് ബിഗ് മീനിങ്. അതായത് നമ്മൾക്ക് പെട്ടെന്നൊരു കാര്യം, ഒരു വലിയ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെറുതായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ആദ്യമേ തന്നെ. അതായത് നമ്മൾ നോ പറഞ്ഞ് കുറേ നാളായിട്ട് ചെയ്യില്ല നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് കരുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ചലഞ്ചസ് നമ്മൾ നമ്മുടെ ലൈഫിൽ വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതായത് ഇപ്പം എൻ്റെ ലൈഫിലാണെങ്കിൽ എനിക്ക് 2 വീലർ ഭയങ്കര പേടിയാണ്. ഒരിക്കൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു സാധനം വന്നിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് കൊണ്ടുവരണം, എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. ആ ചലഞ്ച് എനിക്ക് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, എനിക്ക് തനിയെ പോകണം എന്ന് എനിക്ക് തോന്നി. ഞാനത് ചെയ്തു. അതിൻ്റെ എൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നിങ്ങൾ നോക്കട്ടെ. ജസ്റ്റ് അതൊന്ന് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ടൈനി ആയിട്ട് ചെറുതായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫ് പതിയെ ചെയ്ത് തുടങ്ങുക. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഇടുന്നുണ്ടാവും. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.